മൊബൈൽ ചിപ്പ് ലെവൽ സർവീസ്, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് ഒക്കെ പഠിക്കാൻ പോകുന്നവരോട് പറയുന്നത് ഇലക്ട്രോണിക്സ് അറിയാത്തവർക്ക് ഇതൊക്കെ പഠിക്കാം എന്നാണ്. എന്നാൽ ബേസിക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരാളും അതല്ലാതെ ഇലക്ട്രോണിക്സ് അറിയാത്ത ഒരാളും ഇത് രണ്ടും പഠിക്കുന്നു. മൊബൈൽ ചിപ്പ് ലെവൽ സർവീസ് ആണെങ്കിലും ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടായിരിക്കും. ബേസിക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ താൻ പഠിച്ചതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഇലക്ട്രോണിക്സ് അറിയാത്ത ഒരാൾക്ക് ആളെ സംബന്ധിച്ചിടത്തോളം ആ പഠിച്ച കാര്യങ്ങൾ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ട്രാക്ക് കട്ടായി പോയത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ആണ്. വാട്ടർ ഡാമേജ് ആയിരുന്നു, ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്ത പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇതിലൊരു ട്രാക്ക് കട്ടായി പോയതായിരുന്നു. ഇപ്പോൾ ട്രാക്ക് ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ട്രാക്ക് എന്തിനാണ് എന്നും അത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയുകയും ചെയ്യാം. പക്ഷേ എന്നാൽ ഇലക്ട്രോണിക്സ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതോ ട്രാക്ക് കട്ടായി പോയി, ആ ട്രാക്ക് ഇടുക, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവനക്ക്